أكبر يا الله أكبر لا إله إلا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل وسبح وأطراف النهار لعلك ترضى ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقها والعاقبة للتقوى. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദ്യമായി ഈ ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ ദിവ്യ സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളത്. ഈ മാർഗദർശനമില്ലെങ്കിൽ മനുഷ്യന് സ്വയം മാർഗദർശനം കണ്ടെത്തിയിട്ട് ജീവിത വിജയം വരിക്കാനാവുകയില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിന്റെ ഘടന. അപ്പൊ ഘടനയ്ക്ക് അനുയോജ്യമായ നിലയിൽ സമ്പൂർണമായ ജീവിത വിജയം കൈവരിക്കുന്നതിന് അല്ലാഹുവിന്റെ മാർഗദർശനം അനിവാര്യമാണ്. അടിസ്ഥാനപരമായി ആ മാർഗദർശനത്തെ തിരിച്ചറിയുന്ന തരത്തിലുള്ള ഒരു ഫിത്ര, അതായത് ഒരു ബേസിക് നേച്ചർ, ഒരു അടിസ്ഥാന പ്രകൃതം മനുഷ്യ മനസ്സിൽ തന്നെ രൂപകമാക്കിയിട്ടുണ്ട്. ഏത് സംഗതിയും പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയും അതാണ് ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാണ്. ആ കഴിവ് മനുഷ്യ മനസ്സിനില്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞാലും അല്ല മലക്ക് പറഞ്ഞാലും ഇനി അല്ലാഹ് എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളൊരു സോഫ്റ്റ്വെയർ എവിടെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടാവും, എങ്കിലേ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കറിയാം, ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സോറി ദിസ് കാൻറ്റ് വർക്ക് ഇൻ യുവർ ടെലിഫോൺ എന്നൊക്കെ ഉടനെ വരും. അതായത് ഇത് നമുക്ക് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യില്ല. അപ്പൊ അത് വളരെ കൃത്യമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അതായത് അല്ലാഹു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനസ്സിലാവും, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനസ്സിലാവും, കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യന് മനസ്സിലാവും, തിരിച്ചറിയാനുള്ള കഴിവ്. അത് അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തന്നെ നൽകിയതാണ്. ഇത് ദിവ്യബോധനത്തെക്കാളും പ്രവാചകത്വത്തെക്കാളും ഒക്കെ ഉയർന്ന സ്റ്റാൻഡേർഡുള്ള സാധനം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാനമൊക്കെ മനസ്സിലാക്കാൻ സാധ്യമാണില്ല. ഇത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അനിവാര്യമാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകനും ഇത് വേണം, ഇല്ലെങ്കിൽ മുഹമ്മദിന് മനസ്സിലാവില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ആ ഫിത്ര വേണം, അടിസ്ഥാനപരമായ. ഇത് അള്ളയും മനുഷ്യനും തമ്മിലുള്ള ഒരു ഭയങ്കരമായ ഒരു ബന്ധത്തിന്റെ പ്രശ്നമാണ്.
അള്ളാഹുവിൻ്റെതാണ് ജ്ഞാനം. ജ്ഞാനം ഉണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, അതായത് തിരിച്ചറിവുണ്ടാവും. അപ്പൊ അള്ളാഹുവാണ് ഏറ്റവും വലിയ ജ്ഞാനം. അള്ളാഹു ആയാലും എന്ന് പറയും. അള്ളാഹുവിന്റെ ജ്ഞാനത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ തിരിച്ചറിവിൽ നിന്ന്, അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ, അതായത് അള്ളാഹുവിനെ റെപ്രസെന്റ് ചെയ്യാൻ, പ്രതിനിധീകരിക്കാൻ വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ച മനുഷ്യന് ഒരു ചെറിയ പവർ വെച്ചു. ആ പവറിലൂടെയാണ് ശരിക്കും ബേസിക് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്തത്. എല്ലാം ആദ്യമല്ല എന്ന് പറയുന്നതിന്റെ വിശദാംശങ്ങളാണ്. അതിലൂടെയാണ് പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ, ഇദ്ദേഹം പ്രവാചകനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഏത് സംഗതിയും മനസ്സിലാവുന്നത് ആ വഴിയിലൂടെയാണ്. അപ്പൊ അടിസ്ഥാനപരമായ ഫിത്ര, അതുകൊണ്ട് മാത്രം മനുഷ്യന് അല്ലാഹു തആല അങ്ങനെ യഥേഷ്ടം ഉപേക്ഷിക്കുന്നില്ല. നിനക്ക് നാം അടിസ്ഥാനപരമായ ഒരു സ്വഭാവ സവിശേഷത തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ തന്നെ അധ്വാനിച്ച് നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴി കണ്ടുപിടിച്ചു കൊള്ളണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചില്ല. അത് അല്ലാഹുവിന്റെ ഒരു കാര്യമാണ്. ബേസിക് ആയിട്ട് ആരും, ഒരു പ്രവാചകനും വന്നില്ലെങ്കിലും, ആരും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും, ഒരു വേദഗ്രന്ഥവും ഓതി കേൾപ്പിച്ചിട്ടില്ലെങ്കിലും, മനുഷ്യ മനസ്സിന് അവന്റെ രക്ഷിതാവിനെ കുറിച്ചുള്ള ജ്ഞാനം, ബോധം അതിൽ തന്നെ ഉത്ഭൂതമാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ ഖുർആനിലെ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല വിവിധ രീതികളിൽ വിശദീകരിച്ചിട്ടുണ്ട്, പലപ്പോഴും ഇവിടെ പറഞ്ഞു. അപ്പൊ അതിന്റെ അപ്പുറമാണ് അള്ളാഹുവിന്റെ. അതുകൊണ്ടാണ് ഈ ദിവ്യ സന്ദേശം ഒരു പ്രത്യേക കാരുണ്യമാണ് എന്ന് പറയട്ടെ. ആ ദിവ്യ സന്ദേശങ്ങളുടെ അഡീഷണൽ ഇതാണ്. എന്തിനാണ് അതിന്റെ വിശദാംശങ്ങൾ? അതായത് അവിടെ കൊടുത്തതിന്റെ തഫ്സീറാണ് ബാക്കിയുള്ള തരുന്നത്. ഒരു ദിവ്യ സന്ദേശത്തെക്കാൾ ഉയർന്ന നിലവാരമുള്ള, പ്രവാചകത്വത്തെക്കാൾ ഉയർന്ന നിലവാരമുള്ള ഒരു സംഗതി സത്യവിശ്വാസികളുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചിട്ടുണ്ട്. അത് പ്രവാചകനും ആവശ്യമാണ്, സാധാരണ മനുഷ്യന്മാർക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രവാചകന് ഇത് മനസ്സിലാക്കാൻ സാധ്യമാവുകയില്ല. ഇപ്പൊ പ്രവാചകത്വത്തോട് നമ്മൾ അടുക്കുന്നതിന്റെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കുന്ന ഒരു വലിയൊരു സംഗതി. അത് ഇവിടെ മനുഷ്യനെ ആരുടെയും അടിമയാക്കാതിരിക്കുക, അള്ളാഹുവിന്റെ മാത്രം അടിമയാക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തൊരു സംവിധാനമാണ്. ഒരാൾ പ്രവാചകന്റെ പോലും അടിമയാവാൻ പാടില്ല. പ്രവാചകന്റെ അനുസാരിയായി മാത്രമേ പാടുള്ളൂ, അനുസരിക്കുന്നവനായി പാടുള്ളൂ. ഒരു പ്രവാചകന് ദിവ്യ സന്ദേശം ലഭിച്ചു എന്നതിന്റെ പേരിൽ പ്രവാചകൻ ആളുകളെയൊക്കെ കൂട്ടിച്ച് ഒരു പ്രബോധന പ്രവർത്തനം നടത്തി അതിന്റെ നേതാവാൻ ആഗ്രഹിക്കാൻ പാടില്ല. പ്രവാചകൻ അവന്റെ യജമാനനാവാൻ പാടില്ല, മേലാളനാവാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രവാചകനെ നിർത്തിച്ച് ഓരോ ജീവിതാനുഭവങ്ങൾ കൊടുക്കുക. ഷോർട്ടേജ് വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോ ശരിക്കും വിമർശിച്ചിട്ട് പ്രവാചകന്റെ സ്ഥാനം കൃത്യമായി കാണിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സ്ഥാനം വളരെ വലുതാണ്. പക്ഷെ അള്ളാഹുമായി ബന്ധിപ്പിച്ച ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രവാചകന്റെ ആ സ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമ എന്നുള്ള സ്ഥാനമാണ്. അപ്പൊ പ്രവാചകനും മറ്റു മനുഷ്യരുമൊക്കെ ആ കാര്യത്തിൽ ഈക്വലാണ്. അതായത് ക്ലിയർ ആയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ് എന്ന് ക്ലിയറായി മനസ്സിലാക്കും. അപ്പോ മനുഷ്യൻ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ തന്നെയാണ് പ്രവാചകനും പെടുന്നത്. അപ്പൊ ആ ഒരു ആദരണീയ വ്യക്തിത്വം ആരുടെ മുന്നിലും തലകുനിക്കാൻ പാടില്ല. സ്വാതന്ത്ര്യബോധത്തോടുകൂടി, സ്വതന്ത്ര ചിന്തയോടുകൂടി, ധൈര്യത്തോടുകൂടി അള്ളാഹുവിന്റെ മാത്രം അടിമയായിരിക്കുക എന്നുള്ളതാണ്. അതിലൊരുപാട് ജീവിത സൗകര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മാത്രം അടിമയായാലും വെറുതെ ആവശ്യമില്ലാത്ത പേടിയും ബേജാറും അങ്കലാപ്പും അസ്വസ്ഥതയും ഉണ്ടാവില്ല. ദൈനംദിന പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ മാത്രം അടിമയാണ് എന്ന ബോധത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നവന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നു. മനുഷ്യ മനസ്സിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ, മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള എല്ലാ അന്തരങ്ങളും എടുത്തു കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സംഗതികൾ. ഇവിടെ വർണ്ണ വൈജാത്യങ്ങള്, ദേശഭാഷാ വൈജാത്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നില്ല. അതൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന ജീവിതത്തിന്റെ ഒഴുക്കിനായി സംവിധാനിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. ലോകത്ത് വർണ്ണവറിയന്മാരുണ്ട്. ഞങ്ങള് തൊലിവെടുത്തവരാണെങ്കിൽ ഞങ്ങൾ അതിന്റെ മുകളിലുള്ള ആളുകളാണ്, കറുത്തവന്മാര് മോശക്കാരാണെന്നത് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. അതിനെ തകർത്ത് പൊളിയാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ഉപയോഗിച്ചു. ഇബ്രാഹിമിന്റെ ആദ്യ ഭാര്യ സുന്ദരിയും സുശീലയും വളരെ വലിയ ഉന്നത കുലജാതയുമായ സാറയും. ഇബ്രാഹിം രണ്ടാമത് കിട്ടിയത് കറുത്ത അടിമ പെണ്ണായ ഹാജറയിൽ. എന്നിട്ട് ആ സാറയിൽ ഹാജറയ്ക്ക് കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞ് വളരെ പ്രമുഖനാകുന്ന ഇസ്മായിൽ, ഇബ്രാഹിം. പിന്നെ സാറയ്ക്ക് കുട്ടിയുണ്ടാവും. ഈ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ രീതിയിൽ ട്രീറ്റ്. ഒരാളിനെ അടിമയായ ഇബ്രാഹിം ഹാജറയിൽ നിന്ന് ജനിച്ച കുഞ്ഞിനും ഈ ലോകത്തിന്റെ മുഴുവൻ മനുഷ്യന്മാരുടെയും ശ്രദ്ധാകേന്ദ്രമായ മക്കയിലേക്ക്, കഅബയിലേക്ക് കൊണ്ടുപോകുന്ന ആ വളരെ വലിയ ഒരു രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ കാണിക്കുന്നുണ്ട്.
ഈ വിഷയം പലർക്കും അറിയാവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ കഴിഞ്ഞ ഏതോ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഞങ്ങളൊക്കെ സാറയുടെ ഡിസെൻഡൻസ് ആണ്. ഇസ്മായിൽസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി മുസ്ലിങ്ങളെല്ലാം അടിമയിൽ നിന്നുണ്ടായതാണ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അപ്പൊ ഇത് വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് ഞങ്ങൾ സാറയുടേതായതുകൊണ്ട് തൊലിവെളുത്തതായതുകൊണ്ട് മേലാളന്മാരാണ് എന്ന് വ്യംഗ്യമായി പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ചിന്തകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. തൊലിവെളുപ്പും കറുപ്പും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, എല്ലാവരും ഈക്വലാണ് എന്ന് മനസ്സിലാക്കാൻ അല്ലാഹു തആല സംവിധാനിച്ച ഈ സംവിധാനങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് ജീവിതത്തിലുടനീളം പ്രവാചകന്മാരുടെയും അല്ലാത്തവരുടെയും ജീവിതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു എന്തിലേക്കാണ് മനുഷ്യനെ വിളിക്കുന്നത്? സ്നേഹത്തിലേക്കാണല്ലോ വിളിക്കുന്നത്. നമ്മളെ ദീന് എന്ന് കേൾക്കുമ്പോൾ, ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മതം എന്ന് പറയുമ്പോൾ, മതത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് നാട്ടിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരു ഭക്ഷ്യയിറച്ചി തിന്നതിന് തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരാളെ പച്ചയായി അടിച്ചു വരുന്ന മൃഗീയമായ കാട്ടാളത്വ ഫാസിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ്. മനുഷ്യനെ തിരിച്ചറിയാത്ത മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു നാട് ഒന്ന് ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എങ്ങോട്ടാണ് വിളിക്കുന്നത്? സ്നേഹത്തിലേക്ക്. സ്നേഹത്തിലേക്കാണ് വിളിക്കുന്നത്. സത്യവിശ്വാസികളും സ്നേഹത്തിലേക്കാണ് വിളിക്കുന്നത്. മനുഷ്യനെ നന്മയിലേക്കാണ് വിളിക്കുന്നത്. എന്തിലേക്കാണ് വിളിക്കുന്നത്? താഴ്ഭാഗങ്ങളുടെ അരിവുകളോട് നിന്ന് നിത്യാനന്ദത്തിന്റെ സ്വർഗാരാമത്തിലെ സ്നേഹാനുഭൂതികളുടെ ഇണയും തുണയുമായിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടാനുള്ള ഒരു രംഗത്തിലേക്കാണ് വിളിക്കുന്നത്. സ്വർഗത്തെ കുറിച്ച് പറയുന്നത് നല്ല പെണ്ണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ ഇങ്ങനെ അടിക്കടി നമ്മുടെ മനസ്സിന് ഇഷ്ടം പോലെ താല്പര്യം വർദ്ധിക്കുമാറും മനസ്സിന് ആഗ്രഹം ഉണ്ടാകുമാറും അത് നമ്മളെ നല്ലവണ്ണം ടെക്ട് ചെയ്യുമാറും, അതായത് പ്രേരിപ്പിക്കുമാറും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല സമപ്രായക്കാരായി പെണ്ണുങ്ങൾ. അതിന്റെ വിശദാംശങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ട്. അവരുടെ നെഞ്ചിനെ കുറിച്ചും കാലിനെ കുറിച്ചും വർണ്ണങ്ങളോ എന്തെല്ലാം വർണ്ണനയാണ് അവിടെ. ഡോറികളെ കുറിച്ചൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് പറയുന്നത്? മനുഷ്യന്റെ മനസ്സിന് അങ്ങനെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹവും അനുഭൂതിയും ആശ്വാസവും സമാധാനവും അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞൊന്ന് വായിച്ചു നോക്കുക. അതിന് ഇതിനേക്കാൾ കൂടുതൽ വേറെ എന്താ സംഗതികൾ പറയുന്നത്? ഏറ്റവും ഒടുവിൽ അപ്പുറത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ലിഖാഇനെ കുറിച്ച്, ദിവ്യദർശനത്തെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ അതൊക്കെ വളരെ കുറഞ്ഞു. മനുഷ്യ മനസ്സിലെ ഏറ്റവും ടോപ്പായ ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ദിവ്യദർശനത്തിന്റെ ഏരിയ, സാധാരണ മനസ്സുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജന്നാത്തിന്റെ താഴ്ഭാഗങ്ങളുടെ അരിവുകൾ എഴുതുന്ന മുത്യാരമ അസുവാജി പരിശുദ്ധരായ ഇണകൾ എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പവിഴം, മുത്ത്, വലിയ കോട്ടകൊത്തളങ്ങള്, ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന പഴങ്ങള്, ലഹമി പൈരിൻ മിമ്മാ ഇഷ്തഹൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഇറച്ചി, ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നുവെച്ചാല് മനുഷ്യന്റെ സുഖാനുഭൂതി, മനുഷ്യന്റെ സുഖചിന്ത, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും സമാധാനം, ഒരു സ്നേഹമയമായ അന്തരീക്ഷത്തിൽ ഇത്തരം ഇണയും തുണയുമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ അനുഭൂതി അവൻ ഇവിടെ ദുനിയാവിൽ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും സൂപ്പർലേക്ക് അങ്ങേയറ്റത്തെ ഒരു സംഗതി ഇതാണ് ആളുകൾ വേണ്ടെന്ന് പറയുന്നത്. ജീവിതം, മതം പറയുന്നത് ഇങ്ങനെ ശാന്തമായ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പക്ഷെ മതത്തിന്റെ പേരിൽ ഈ ലോകത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? പച്ചയായി മനുഷ്യനെ വെട്ടിഞ്ഞോർക്കുന്ന അരിങ്കൊല നടക്കുന്ന സംഭവം. ഇപ്പൊ മതം യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല എന്നല്ല, വേറെന്തൊക്കെ പിശാചിട്ടാണ് മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ മതം, സ്നേഹത്തിന്റെ മതം, സത്യത്തിന്റെ മതം, ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ മതം എന്താണ് എന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല, നമുക്ക് മറ്റുള്ളവർക്ക് വഴിപ്പെടുക്കാൻ സാധിക്കുന്നില്ല. ഇതും താങ്ങിക്കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഇതിന്റെ പേരിൽ നടക്കുന്ന ആളുകളെ റോഡിലിട്ട് തട്ടിക്കൊല്ലുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഈ ലോകത്ത് സംജാതമായിരിക്കുന്നു. വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ്. ഏറ്റവും മഹത്തായ ഒരു സന്ദേശം, മനുഷ്യന് ആശ്വാസം കൊടുക്കുന്ന, മറ്റുള്ളവനെ സ്നേഹിക്കുന്ന, മറ്റുള്ളവന് നന്മ കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം. ആ സന്ദേശത്തിലേക്ക് വിളിക്കുന്ന നമ്മളും നമ്മുടെ കൂട്ടരുമായ ആളുകളെ എത്ര മോശമായി ചിത്രീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ തകരാറുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശ്നങ്ങളും ഇത് ഇന്നും ഇന്നലെയും ഉള്ള സംഭവമല്ല. ഏതേത് കാലത്ത് ഏത് പ്രവാചകൻ ഏത് നാട്ടിൽ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഇതിനൊക്കെ എതിർപ്പ് വന്നിട്ടുണ്ട്, ഭീഷണി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കൽ നടന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും അതിനനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം 950 കൊല്ലം നൂഹ് നബി ഇത് പറഞ്ഞാണ്. 1060 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണ്. 50ാമത്തെ വയസ്സിന് നുബുവത്ത് കിട്ടി. 950 കൊല്ലം ഇത് പറഞ്ഞു നടന്നു. എന്നിട്ട് 12 മുതൽ 40 ആളുകൾ വരെ മാത്രമാണ് ആ കാലത്ത്, അന്ന കാലത്ത് മാക്സിമം 40, മിനിമം 12 വേണ്ടി ഇത് പറയുന്നത്.
എന്നിട്ട് അവരെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ശാപപ്രാർത്ഥന നടത്തേണ്ടിയിരുന്നു. അങ്ങനെ തൂഫാനിലൂടെ ആ ജനത പൂർണ്ണമായി. അന്ന് ലോകത്ത് സത്യനിഷേധികളായ മുഴുവൻ ആളുകളെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റി എന്നുള്ളതാണ്. പിന്നെ സത്യവിശ്വാസികൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഏതാണ്ട് 60 കൊല്ലം പുതിയ 3 തലമുറയോടൊപ്പം നോഹ് നബി അലൈഹി സ്വലാം ജീവിച്ച ശേഷം അദ്ദേഹം ഈ ലോകത്തുണ്ട്. ഹൂദ് നബിയുടെ ചരിത്രവും സാലിഹ് നബിയുടെ ചരിത്രവും ഇബ്രാഹിമിന്റെ ചരിത്രവും ഇസ്മായിലിന്റെ ചരിത്രവും ഇസ്ഹാഖിന്റെ ചരിത്രവും യഅ്ഖൂബിന്റെയും അയ്യൂബിന്റെയും ഷുഐബിന്റെയും ഹാറൂന്റെയും മൂസയുടെയും ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ സത്യസന്ദേശം, ഈ അനുഭൂതിയുടെ സന്ദേശം, ഈ സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു കൊടുക്കാൻ ശ്രമിച്ച എല്ലാ നല്ലവരായ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും ആളുകളെ ആട്ടിപ്പയക്കുകയും അടിച്ചറക്കുകയും നാട്ടിൽ നോക്കിക്കാൻ ശ്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതായിട്ടാണ് മനുഷ്യ മനസ്സ് ഇത്ര ഭയങ്കരമായ ഒരു കാലിന്റെ വല കരിമ്പാറയുടെ കട്ടിയായി പോയല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യനിഷേധം കൊണ്ടാണ്, ഈ സത്യത്തെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് മനുഷ്യ മനസ്സിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ പ്രവാചകന്മാരുടെ ഈ പ്രഖ്യാപനങ്ങളെ അവഗണിച്ചു കളയുമ്പോൾ അവർക്ക് പ്രയാസമുണ്ടാവും. മനുഷ്യ മനസ്സിന് പ്രയാസം അനുഭവപ്പെടും. മനസ്സിന്റെ സംതൃപ്തിയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സംതൃപ്തി എന്നുള്ളതാണ്. എന്തെല്ലാം ലഭിച്ചാലും മനസ്സിന് സംതൃപ്തി ഇല്ലെങ്കിൽ ജീവിതത്തിന് സംതൃപ്തി ഉണ്ടാവില്ല. നല്ലോണം ഭക്ഷണം കഴിച്ച് പക്ഷെ മനസ്സിന് പിടിച്ചില്ലെങ്കിൽ ആ ഭക്ഷണം നമുക്ക് ഭയങ്കര ഭാരമായി അനുഭവപ്പെടുക. മക്കളും കുടുംബവും ഒക്കെ ഉണ്ട്, പക്ഷെ മനസ്സിന് പിടിക്കാത്ത പെരുമാറ്റം ഉണ്ടാകുന്ന കുടുംബാന്തരീക്ഷത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. നല്ല കച്ചവടം ചെയ്തു പക്ഷെ മനസ്സിന് സംതൃപ്തി ഇല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഈ സാധനങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം, സംതൃപ്തി എന്നുള്ളത് മനസ്സിന്റെ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ മനുഷ്യ മനസ്സാണ് വലിയൊരു സംഗതി. എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് നമുക്ക് ബോധ്യമാവണം എന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനസ്സ് കലുഷിതമായി കഴിഞ്ഞാൽ, അശാന്തമായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. പ്രവാചക മനസ്സായാലും കൊള്ളാം, അതുപോലെ പ്രവാചക അനുയായികളുടെ മനസ്സായാലും കൊള്ളാം. ഈ പ്രവാചകനോടൊപ്പം അദ്ദേഹം മാത്രമാവില്ല, എപ്പോഴും ഒരു അനുയായികളുണ്ട്. കലുഷിതമായ മനസ്സ് അടങ്ങിയിരുന്നോളുന്നില്ല. കലുഷിതമായ മനസ്സ് അസ്വസ്ഥമായ അവസ്ഥ പ്രകടിപ്പിക്കുന്നത് അവർ അക്രമം കാണിക്കുന്നതാണ്. നാട്ടിൽ അക്രമം കാണിക്കുന്ന, അതുപോലെ കുഴപ്പം കാണിക്കുന്ന പല ആളുകളെയും കുട്ടികളെയും പിടിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കുടുംബാന്തരീക്ഷം വളരെ മോശമായി. ഉമ്മയും വാപ്പയും പരസ്പരം കടിച്ചു കീറുന്ന, പഠിച്ചാലുന്ന, കുഴപ്പമുണ്ടാക്കുന്ന കുടുംബാന്തരീക്ഷത്തിന് വരുന്ന മക്കളാണ് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ കുടുംബാന്തരീക്ഷം നന്നായില്ലെങ്കിൽ, മനസ്സ് നന്നായില്ലെങ്കിൽ സമൂഹത്തിൽ വലിയ കുഴപ്പമുണ്ടാകും. മനസ്സ് നന്നായില്ലെങ്കിൽ അത്യാർത്തി, അസൂയ, പക, വിദ്വേഷം, വൈരാഗ്യം, വിചാരം, മദ്യപാനം, കൊല, ഇതെല്ലാം മനുഷ്യ മനസ്സിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉടലെടുക്കുന്നതാണ്. അപ്പൊ മനസ്സ് ശാന്തമായെങ്കിലേ സത്യം യഥാർത്ഥത്തിൽ നോക്കിക്കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രവാചക മനസ്സിനെയാണ് ആദ്യമായി ശാന്തമാക്കേണ്ടത്. ഒരുപാട് സംഗതികൾ മനുഷ്യ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. നഫ്സിൻ വമാ സവ്വഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വഹാ ഖദ് അഫ്ലഹ മൻ സക്കഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഈ നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് അതിനെ അന്യൂനമായി സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ നഫ്സിന്റെ മാർഗച്ഛതയെക്കുറിച്ച്, അതിന്റെ മോശമായ ചിന്തകളെക്കുറിച്ച്, മനുഷ്യ മനസ്സിന് മോശമായ ചിന്തഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. എന്റെ സമുദായത്തിലെ മനുഷ്യന്റെ മനസ്സിലെ മോശമായ ചിന്താഗതികളൊക്കെ അല്ലാഹു തആല പുറത്തുകൊടുത്തിരിക്കുന്നു. അവരത് പ്രവർത്തിക്കുന്നതിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നഫ്സിന്റെ വളരെ മോശമായ ചിന്താഗതി ഉണ്ടാവാം, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഉണ്ടായെങ്കിൽ അത് മോശമാണെന്ന് മനസ്സിലാവുള്ളൂ. മോശമാണെന്ന് മനസ്സിലാവുമ്പോഴേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോഴേ നമ്മുടെ നിസ്സഹായാവസ്ഥ ബോധ്യമാവുള്ളൂ. അപ്പോഴാണ് പ്രവാചകൻ നമ്മളെ പറഞ്ഞു പഠിച്ചത്. പഠിച്ചോ, നീയാണ് നഫ്സിനെ ശുദ്ധീകരിക്കുന്നത്. അതിന് ശുദ്ധീകരണം ആവശ്യം. സൂക്ഷ്മത എന്താണെന്ന് അറിയാം. അപ്പോ അത് അതിന് തസ്കിയത്ത് നടത്തിയവൻ, സംസ്കരിച്ചവൻ വിജയിച്ചു. നഫ്സിലെ തോന്നിയാസങ്ങൾ വരുമ്പോൾ അതിന് തസ്കിയത്ത് നടത്തി വിജയിപ്പിക്കുവാൻ, വിജയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ ഒരു ബാധ്യതയാണ്. അതിന് നമുക്ക് സാധ്യമാകുമല്ലോ. നിങ്ങൾ സ്വയം രക്ഷത്തി ചമയരുത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലെങ്കിൽ നിങ്ങളിലാരും ഒരു കാലത്തും ഒരിക്കലും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല എന്നുള്ള സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് റസൂൽ പഠിപ്പിച്ചത്, നമ്മളെപ്പോഴും പ്രാർത്ഥന, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, പടച്ചവനെ എന്റെ നഫ്സിന്, മനസ്സിന് നീ അതിന്റെ സൂക്ഷ്മത തരണേ, വസക്കാഹാ, അതിന്റെ പരിശുദ്ധി നൽകണേ തമ്പുരാനെ, അന്ത ഖൈറു മൻ സക്കാഹാ വ വലിയുഹാ വ മൗലാഹാ,
നീയാണ് ഭക്ഷ്യം നൽകുന്നത് ഏറ്റവും ഉത്തമൻ, നീയാണ് അതിന്റെ കൈകാര്യകർത്താവ്. അപ്പൊ അല്ലാഹുവിലേക്ക് ബന്ധിപ്പിച്ചു നമ്മളെ ഈ ഹാർഡ് ഡിസ്ക് ഏറ്റവും വലിയ സൂപ്പർ ഹാർഡ് ഡിസ്കുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ്. എപ്പോഴും ലൈൻ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. എങ്കിലേ നമുക്ക് ശാന്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ശാന്തി ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് വഴികൾ പറഞ്ഞു കൊടുത്തതിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്ന സൂറത്ത് ത്വാഹയിലെ അവസാനത്തെ ചില വാചകങ്ങളാണ്, സൂക്തങ്ങളാണ് ഞാൻ നിങ്ങളെ ബോധിപ്പിച്ചത്. ഈ മക്ക ജനത അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവരെ എതിർപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെ, പീഡനത്തിന്റെ, മർദ്ദനത്തിന്റെ മുറകൾ അഴിച്ചുവിടുകയും റസൂലിനെയും അനുയായികളെയും ഉപദ്രവിക്കുന്നില്ല. പലപ്പോഴും അവരുടെ വാക്കുകൾ വാളുകളെക്കാൾ ശക്തവും വേദനാജനകവുമായിരുന്നു എന്നതാണ് സത്യം. വാളുകൊണ്ടുള്ള വെട്ട് പലപ്പോഴും വളരെ കുറഞ്ഞ വേദന ഉണ്ടാക്കുള്ളൂ, അതിനേക്കാൾ വലിയ ശക്തമായ വാക്കുകൾ കൊണ്ട് അവർ പ്രവാചകനെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത്. അത്തരം സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അവര് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുമ്പോ, നീ പറഞ്ഞു കൊടുക്കുന്ന നന്മയ്ക്കെതിരായിട്ട് അവർ കുറെ സംഗതികൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കുക, പ്രതികരിക്കേണ്ടതില്ല. ആ നിലയിൽ അവരോട് ആ നിലയിൽ തന്നെ പ്രതികരിക്കേണ്ടതില്ല. ക്ഷമയോടെ നീ കാത്തു കേൾക്കുക, വഴിയോടെ നീ കാത്തുക. സബറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാകുത്തിരിക്കണം എന്നുള്ളതല്ല, ഷബറ കഥ എന്നാണ്. എന്തിനാണോ നിൽക്കുന്നത് അത് അങ്ങനെ ഉറച്ചു നിൽക്കുക, സ്റ്റെഡ് ഫാസ്റ്റ് എന്നാണ്, ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും ഇത് സത്യം സത്യമാണ്. ഈ സൂര്യനെ കണ്ടിട്ട് നിങ്ങൾ നക്ഷത്രമെന്നോ ചന്ദ്രനെന്നോ പറഞ്ഞാൽ അത് ഒരിക്കലും ആവില്ല. നിങ്ങളുടെ മനസ്സിന്റെ തകരാറാണ്, സൂര്യന്റെ തകരാറല്ല എന്ന് പറയുന്നത് പോലെ ഈ ദിവ്യബോധനത്തിന്റെ തകരാറല്ല നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങളുടെ മനസ്സിന്റെ ചിന്താഗതിയുടെ തകരാറാണ് എന്ന് പ്രവാചകനോ പറഞ്ഞുകൊടുപ്പിക്കാൻ പറ്റും. എന്നാൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് പ്രവാചകന് ആശ്വാസമായിട്ട് പ്രവാചകന്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനമായിട്ട് സൂര്യാസ്തമനത്തിനും സൂര്യോദയത്തിനും ഉദയത്തിനും മുമ്പായിട്ട് അള്ളാഹുവിന് ധാരാളം സൂര്യോദയത്തിന് മുമ്പ് അപ്പൊ അതിന്റെ അസ്തമനത്തിന് മുമ്പ് നീ രക്ഷിതാവിന്റെ അവദാനങ്ങൾ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, തഹ്മീദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധയെ പ്രകീർത്തിക്കുക, നിന്റെ മനസ്സ് നിന്റെ രക്ഷിതാവുമായി ബന്ധിപ്പിച്ചു നിർത്തുക. അപ്പോ അവിടെ നിന്ന് വന്നുള്ള എനർജി, നിനക്ക് നിലനിൽക്കാനുള്ള എനർജി രാത്രിയുടെ യാമങ്ങളിലും നീ അത് ആവർത്തിക്കുക. നീ സംതൃപ്തിയാവാൻ, മനസ്സ് സംതൃപ്തിയാവാൻ, എങ്ങനെ മനസ്സിനെ ശാന്തമാക്കണം, മനസ്സ് ശാന്തമാക്കണം. ഇതെല്ലാ സമയം പറഞ്ഞു, പകലിന്റെ അക്ഷങ്ങളിലും രാത്രിയുടെ യാമങ്ങളിലും സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുമ്പും ഒക്കെ രക്ഷിതാവിനെ ഓർക്കണമെന്ന്, അവന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടണമെന്ന് നമ്മളോട് പറഞ്ഞിരുമ്പോ എല്ലാ നേരവും മനസ്സ് അല്ലാഹുമായി ബന്ധിപ്പിച്ച് അവന്റെ പരിശുദ്ധയെ വാഴ്ത്തിപ്പാടുകയും അവന്റെ അവദാനങ്ങൾ വാഴ്ത്തുകയും അവനിൽ നിന്ന് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രവാചകരെ മറ്റൊന്നും നീ ചെയ്യേണ്ടതില്ല. നമുക്കുള്ള മാർഗദർശനമാണ്. മനുഷ്യ മനസ്സിന് ശാന്തി വേണമെങ്കിൽ, സഹായം വേണമെങ്കിൽ, ആശ്വാസം വേണമെങ്കിൽ നിങ്ങൾക്കുള്ള വഴി ഇതാണ് എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മാത്രമല്ല ഈ എതിർപ്പിന്റെയും കുഴപ്പത്തിന്റെയും ഒക്കെ ആൾക്കാരത് പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ ഭൗതികമായ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് ഈ എതിർപ്പിന്റെ മുമ്പന്തിയിൽ ഉണ്ടാവാറ്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും അതുപോലെ വലീദ് ഇബ്നു മുഗീറയൊക്കെ നോക്കിയാൽ നാട്ടിലെ കാരണവന്മാരോ സമ്പന്നന്മാരായ വമ്പന്മാരോ അല്ലെങ്കിൽ തടിമിടുക്കുള്ള കഴിവുള്ള ആളുകളായിരിക്കും. അപ്പൊ അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, സന്താനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പലതും കൊടുത്തിട്ടുണ്ട്. ഈ സന്താനങ്ങളും സമ്പത്തും അതുപോലുള്ള സ്വാധീനവും ഒക്കെ വെച്ചുകൊണ്ട് അവർ കാണിക്കുമ്പോ ഈ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളായി പരീക്ഷണാർത്ഥം നാം അവർക്ക് നൽകിയിട്ടുള്ള ഭൗതിക വിഭവങ്ങളിലേക്ക് നിന്റെ കണ്ണ് ആർത്തിയോടെ നോക്കാതിരിക്കട്ടെ. അവിടെയാണ് പ്രശ്നം. അതായത് ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന നല്ല സൗന്ദര്യവും സമ്പത്തും മക്കളും അതുപോലുള്ള സംഗതികളൊക്കെ കിട്ടിയവരാണ് ഈ സത്യാദർശത്തിന്റെ എതിരായി നിൽക്കുക. അത്തരം ആളുകളുടെ ആ സ്വത്തിലേക്കും അതുപോലെ അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചുള്ള ഒരു മനോഭാവം നിനക്കുണ്ടാവേണ്ടതില്ല. ഇതെല്ലാം കൂടെ തുറന്നു പറയാൻ വേണ്ടി പറയാനല്ല. ഈ ഭൗതിക ജീവിത പുഷ്പത്തിലെ മഹാ അലങ്കാര പുഷ്പങ്ങളാണ് സൗന്ദര്യവും സമ്പത്തും ഒക്കെ. ഇതിന് നേരെ കണ്ണടക്കണമെന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. സൗന്ദര്യം കിട്ടിയാൽ, സമ്പത്ത് കിട്ടിയാൽ, അഭിമാനം കിട്ടിയാൽ, അതുപോലെ സ്വാധീനം കിട്ടിയാൽ അത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പഠിക്കണം എന്നൊരു മാർഗനിർദ്ദേശമാണ്, ഒരു ഉത്ബോധനമാണ് ഇതിലൂടെ നൽകുന്നത്. എന്നിട്ട് പറയാ, അതായത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണല്ലോ, അത് താൽക്കാലികമാണ്. അതിങ്ങനെ താൽക്കാലികമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടി പോലെയാണ്, അത് വേഗം വാടിപ്പോകും. അതായത് ഒരുപാട് അലങ്കാരങ്ങൾ ഉണ്ടായാൽ അത് വാടിപ്പോകും. നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം പെട്ടെന്ന് എല്ലാ കാലവും നിലനിൽക്കുന്നില്ല.
നിലനിൽക്കുന്നില്ല. ഇനി എല്ലാ കാലവും നിലനിൽക്കുന്ന സൗഭാഗ്യങ്ങളാണെങ്കിൽ സൗഭാഗ്യങ്ങൾ തീരുന്നതിന് മുമ്പ് നമ്മൾ ഭരിച്ചു പോകും. അങ്ങനെയാണ് എന്റെ പ്രശ്നം. ഒരാളിന്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടാണ്. ഒരുപാട് സമ്പത്തുണ്ട്. 100 തലമുറ നിന്നാലും തീരാത്തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവന് 100 തലമുറ ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ ആധിക്യം ഉണ്ടല്ലോ. എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളതിനോടൊപ്പം തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. 1000 പേര് രക്ഷിക്കാനും ഡോക്ടർമാരുണ്ടാവും. ഇപ്പൊ അടുത്ത കാലത്ത് പ്രമുഖനായ ഒരു അറബി ഷേഖിന്റെ ഒരു മകൻ മരിച്ചു എഴുതുകൊണ്ടടക്കി നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷെ അനുവദിച്ചിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരെയും എപ്പോഴും പിടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നിൽ അത് നശിച്ചു പോവും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നില്ലാതായി പോകും. അതുകൊണ്ട് അത് താൽക്കാലികം മാത്രമാണ്, ശാശ്വതമായ പാഥേയമല്ല. നിന്റെ രക്ഷിതാവ് വെച്ച് നിൽക്കുന്ന ആ റിസ്കൊണ്ടല്ല വിഭവം താഴ്ഭാഗങ്ങളിലൂടെ അരുവികളിലൂടെ നിത്യാനന്ദത്തിൽ സ്വർഗാരവം. അതാണ് ശാശ്വതമായിട്ടുള്ളത്. അതാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതെല്ലാം പറഞ്ഞു തരുമ്പോ നീ എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുക. നമസ്കാരം ശരിയായ നിലയിൽ നീ നിർവഹിക്കുകയും നിന്റെ കുടുംബക്കാരെ നമസ്കാരത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം അവന്റെ വീട്ടിൽ ഒരു മുസ്ലിം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്വയം നിസ്കരിച്ച പോലെ ഭാര്യമാരെ കൊണ്ടും മക്കളെ കൊണ്ടും ഒക്കെ നമസ്കരിപ്പിക്കണം. എല്ലാ മനുഷ്യന്മാരുടെയും ജീവിത ലക്ഷ്യം ഏകീകരിക്കുന്ന, എല്ലാവരും അള്ളാഹിലേക്ക് കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ സ്തുതിഗീതങ്ങൾ പാടുന്ന ഒരു കുടുംബാന്തരീക്ഷം എത്ര സൗഹൃദപൂർണമായിരിക്കും. അവിടെ ആകാശ ലോകത്ത് നിന്ന് മാലാഖമാര് ചിറകടിച്ചു അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ അങ്ങനെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നാം സ്വയം നിസ്കരിച്ച പോലെ മോനവിടെ ഇങ്ങനെ കിടന്നുറങ്ങണം. അവന് കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ. അവന് ഇപ്പൊ MBBS കഴിഞ്ഞ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് വന്നേച്ചുള്ളൂ. അവനെ ഇപ്പൊ എന്തിനാ സുബൈക്ക് വിളിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന വാപ്പ അവന് യഥാർത്ഥത്തിൽ നന്മയല്ല തിന്മയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോ നമ്മളെപ്പോലെ നമ്മളെങ്ങോട്ടാണ് പോണത്? ഈ സ്വർഗത്തിലേക്ക്. നമ്മളെന്തിനാണ് നിസ്കരിക്കുന്നത്? നമ്മളെന്തിനാണ് നോക്കൊടുക്കുന്നത്? നമ്മളെന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത്? നമ്മളെന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത്? അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നേട്ടത്തിന് വേണ്ടി. അത് നമ്മുടെ മക്കൾക്കും വേണം എന്നാഗ്രഹിക്കാത്തവന് എന്ത് നന്മയാണ് യഥാർത്ഥത്തിൽ അവരുള്ളതെന്നുള്ള. മക്കളെ ഈ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ഭാഗത്തെടുക്കുന്ന കാര്യത്തിൽ മക്കളോട് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കാരുണ്യം കാണിക്കാൻ രക്ഷിതാവ് നമ്മൾ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ള സമയം. അതേ നീ ചെയ്യേണ്ടത് നിന്റെ കുടുംബക്കാരോട് നമസ്കാരത്തെ കുറിച്ച് കൽപ്പന പുറപ്പെടുവിക്കുക, നിസ്കരിച്ചോളണം എന്ന് പറയാണ്, ഉപദേശിക്കുക എന്നുള്ള നീ കൽപ്പന പുറപ്പെടുവിച്ചോളണം. എന്നിട്ട് വസ്തുതരേഖ അതിന് മാതൃകയായി നീ അതിൽ മുറതെറ്റാതെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഈ കലണ്ടറും വാച്ച് നോക്കി നിസ്കരിക്കണം. നിസ്കാരത്തെ കുറിച്ച് അല്ല പറഞ്ഞത്. നമസ്കാരത്തിന്റെ പ്രതിഫലനം ജീവിതത്തിൽ ഉണ്ടാവണം. അതുണ്ടായില്ലെങ്കിൽ നിസ്കാരം കൊണ്ടൊരു കാര്യമില്ല. കലണ്ടറും വാച്ചും നോക്കി വാങ്ങ് കൊടുക്കുകയും വിളിക്കി നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പക്ഷെ നമസ്കാരത്തിന്റെ ആ ചൈതന്യം അവരുടെ സ്വകാര്യ ജീവിതത്തിലോ പ്രായോഗിക ജീവിതത്തിലോ ഉണ്ടാകുന്നില്ല എന്നുള്ള. അതുണ്ടായില്ലെങ്കിൽ ആ നമസ്കാരം കൊണ്ട് പ്രയോജനമില്ല. അങ്ങനത്തെ ഒരു സലാത്ത് വേണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത്. ഇത് പറയുമ്പോൾ ഇതിന്ന് എനിക്കെന്തെങ്കിലും നന്മ ഉണ്ടാക്കാനോ നിന്റെ ആഹാരം ചോദിക്കാനോ ഞാൻ നിന്നോട് ആഹാരം ചോദിക്കുന്നില്ല. അള്ളാഹു നബിയോട് നേരത്തെ പറയും, ഞാൻ നിന്നോട് ജീവിത വിഭവങ്ങളൊന്നും ചോദിക്കുന്നില്ല. നാമാണ് നിനക്കതെല്ലാം തന്ന് നിന്നെ കൊച്ചു വളർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്, നിന്റെ അനുഭൂതിക്ക് വേണ്ടിയാണ്, നിന്റെ സ്നേഹത്തിന് വേണ്ടിയാണ്, നിന്റെ ഉന്നതത്തിന് വേണ്ടിയാണ്, നിന്റെ ആനന്ദത്തിന് വേണ്ടിയാണ്, നിന്റെ വിജയത്തിന് വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത് എന്ന് നീ ഒന്ന് മനസ്സിലാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഗൗരവത്തിലാണ് അത് റസൂലിനെ അഭിസംബോധന നേരിട്ട് പറയുന്നത്. ഇത് നിനക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല. ഈ മാലോകരുടെ ഒരു സഹായവും ഔദാര്യവും ആവശ്യമില്ലാത്ത മഹാതമ്പുരാൻ അല്ലാഹു എല്ലാത്തിനും മഹാപരിശുദ്ധൻ സുബ്ഹാനല്ലാഹ്. അവൻ എല്ലാത്തിനും മുകളിലാണ്, എല്ലാത്തിനും മുകളിലാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ അനുഭൂതിക്ക് വേണ്ടിയാണ്, നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ കഴിയില്ല. എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് മുന്നിൽ പറഞ്ഞു. നിങ്ങളുടെ കണ്ണ് എപ്പോഴും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളിൽ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണ്. ഈ ജീവിത പുഷ്പങ്ങളിൽ വിരിയുന്ന മഹാഭൗതിക സൗഭാഗ്യങ്ങൾ അനുഭൂതിപൂരകമായി ആസ്വദിക്കാനുള്ള നിങ്ങളുടെ അടിങ്ങളൊക്കെ ത്വരയുണ്ടല്ലോ. ആ ത്വര ഈ പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ, മഹാസൗഭാഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നു പോയിരിക്കുന്നു. നിങ്ങളിവിടെ ഭയങ്കരമായി അധ്വാനിക്കുന്നു,
വളരെ വലിയ നെട്ടോട്ടം കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ഇവിടെ നിലനിൽക്കാനും ഇവിടെ ആസ്വദിക്കാനും. അതല്ല പാഥേയം, അതല്ല യഥാർത്ഥ വിജയത്തിന്റെ വഴി. വിജയത്തിന്റെ വഴി നമ്മുടെ കൈവശമാണുള്ളത്. ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ആഖിബത്തു ലിത്തഖ്വ, സൂക്ഷ്മതയുള്ളവരാണ് യഥാർത്ഥത്തിൽ വിജയമുണ്ടാവുക. അത് സൂക്ഷ്മതയുള്ളതോടുകൂടിയേ വിജയമുണ്ടാവുള്ളൂ. അങ്ങനെ സൂക്ഷിച്ച് ആ വിജയത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا من بغير جلال وجهه وعظيم سلطانه. سبحانك لا نحصي كما اثنيت نفسه لك الحمد حتى الله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، اوصيكم واياي ثاني بتقوى الله سبحانه وتعالى. വിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്ന പോലെ നമ്മളോട് പറയുന്നതിന്റെ രത്നം ചുരുക്കം. അല്ലാഹുവിനെ ഓർത്താലേ മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമായാലേ കാര്യങ്ങൾ നേരെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ജീവിത പ്രവർത്തനങ്ങൾ നടത്തി വിജയിക്കാൻ പറ്റും. പ്രക്ഷുബ്ധമായ മനസ്സ് എപ്പോഴും കുഴപ്പമുണ്ടാകും. അത് കൃത്യമായി പറയും. അല്ലാഹുവിനെ വഴിയടിച്ചു കളയണമെന്ന് നമുക്ക് മനസ്സിലായി. ഇന്നല്ലാഹ യുദില്ലു മൻ യശാ, അല്ലാഹുവിനെ ഉദ്ദേശിക്കുന്ന വഴിയടിച്ചു കളയും. അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ അവനിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അല്ലദീന, അവരെ കുറിച്ച് പറയാം. ആമനു, അവർ വിശ്വസിച്ചു. വത്മഇന്ന ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മയാൽ മനസ്സ് വിശ്വാസം കൊണ്ട് ശാന്തഗതി പ്രാപിച്ച മനുഷ്യന്മാർ അവരാണ്. അപ്പൊ നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ മനസ്സ് ശാന്തഗതി പ്രാപിക്കും. അല്ലാഹുവിന്റെ സ്മരണയാൽ മനസ്സ് ശാന്തഗതി പ്രാപിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഓർത്തോളണം, അല്ലാഹുവിനെ ഓർത്താൽ മാത്രമേ നാം മനസ്സുകൾ സന്തൃപ്തമാക്കാൻ പറ്റൂ, ശാന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലാഹുവിനെ ഓർക്കാത്ത മനസ്സുകളെ ശാന്തമാക്കൂല്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പല ആളും വിചാരിക്കും പടച്ചനെന്ന് ഓർമ്മയില്ലാത്ത ശാന്തമായി ജീവിക്കുന്നത് പ്രക്ഷുബ്ധമാണെന്ന്. നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ കുറിച്ച് അറിയും. നമ്മുടെ മനസ്സിനെ കുറിച്ച് തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ശരിക്കറിയില്ല. അടുത്ത നിമിഷം മനസ്സെന്ത് ചിന്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം ബേജാറാവോ, അടുത്ത നിമിഷം നേരെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം മനസ്സെന്ത് ചെയ്യുന്നു എന്നറിയുന്നത് അല്ലാഹ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സ് പ്രക്ഷുബ്ധമായാൽ കുഴപ്പമുണ്ടാവും, ജീവിതത്തിന്റെ താളം തെറ്റും. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിൽ മനസ്സ് നിലനിർത്തുക എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അതൊന്ന് വിശദമായി പറയാൻ പറ്റില്ല. ഖുത്ബയിൽ ഇപ്പോൾ അതെല്ലാം വിശദമായി പറയാം. സക്കരിയ നബിയുടെ ഒരു ചെറിയ ഉദാഹരണമാക്കാൻ പറയാം. സക്കരിയ നബി വൈറസായി, ഭാര്യ വന്ധ്യയാണ്. പക്ഷെ മൂപ്പര് എനിക്ക് നല്ലൊരു കുട്ടിയെ കാണുന്ന പോരാൻ വയസ്സുകാലത്തെ ഇനി സന്താനോത്പാദനം ഉണ്ടാവില്ല എന്ന് മൂപ്പർക്ക് ബോധ്യമായ ഒരു പ്രായത്തിൽ, ഭാര്യ കുറെ കാലമായി വന്ധ്യയാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശമില്ലാതെ ഒരു അടിക്കാവുന്നത്. ഇത് പടച്ചോൻ ചോദിച്ചാണ്, എനിക്കൊരു നല്ല കുട്ടിയെ തരണേ തമ്പുരാനെ. അപ്പൊ മലക്കുകൾ അള്ളാഹ് നേരിട്ട് പറഞ്ഞില്ല, ഇബ്രാഹിമിന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞവരിവിടെ പറയാതെ മലക്കള അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് പറഞ്ഞ അവരോട് പറയാ, അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമാത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. യഹ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നബിയായിട്ടും അതുപോലെ തന്നെ ജനങ്ങളെ സന്മാർഗദർശനം ചെയ്യുന്നവനായിട്ടും ആത്മനിയന്ത്രണമുള്ളവനായിട്ടും നിനക്ക് നാം നൽകുമെന്ന സന്തോഷ വാർത്ത അല്ലാഹു അറിയിച്ചിരിക്കുന്നു എന്ന് മലക്കൾ പറഞ്ഞപ്പോ മുമ്പ് പ്രശ്നമില്ല. ഞാൻ വയസ്സനാണ്, മക്കളുണ്ടാവില്ല, ഉറപ്പാണ്, മുമ്പ് ഉറപ്പാണ്. എന്റെ ഭാര്യ വന്ധ്യയാണ്, എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞു, അല്ലാഹു ഉദ്ദേശിക്കുന്ന നാം പ്രവർത്തിക്കും. നിനക്കത് മനസ്സിലായില്ലേ? അപ്പൊ മുമ്പർക്ക് മനസ്സിലാവാത്തോണ്ടല്ല, എന്നാലും ഒരു വെപ്രാണ്. ഒരു ആയത്ത് എനിക്കൊരു ദൃഷ്ടാന്തം തരണം, അതിന് തെളിവ് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞു, നിനക്കുള്ള ആയത്ത് അല്ലാത്തയ്യ, നീ 3 ദിവസം ആരോടും മിണ്ടില്ല. നിന്റെ ശബ്ദാനുസരിച്ച് ഞാൻ അടുക്കള പോവാം. നീ 3 ദിവസം ആരോടും ഉണ്ടായിരിക്കണം എന്നല്ല പറഞ്ഞ, നിന്റെ 3 ദിവസം നിന്റെ സംസാരിച്ച് ഞാൻ അടുക്കളയും. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇല്ല റംസ, ആദ്യങ്ങളിലൂടെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു അവിടെ ശാന്തമാവാൻ.
അതായത് രാവും പകലും നീ നിന്റെ രക്ഷിതാവിനെ ധാരാളമായി വാഴ്ത്തിപ്പാടുക, തസ്ബീഹ് ചൊല്ലിക്കൊള്ളുക, തസ്ബീഹിൻ തസ്ബീഹ് ചൊല്ലിക്കൊള്ളുക. ഇവിടെ ഒരു വലിയൊരു സന്ദേശം. ഭൗതികമായ കാര്യകാരണങ്ങൾക്ക് എതിരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നടക്കണം. ഈ ഭൗതികമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയും ഇവിടുത്തെ നിയമമൊക്കെ അല്ലാഹ് അടച്ചതാണ്. അവനൊരിക്കലും അതിന്റെ തടവുകാരനല്ല. പ്രത്യക്ഷത്തിൽ ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലാഹ് ചെയ്യാറുണ്ട്. നമുക്കെന്നെ അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഇമ്പോസിബിൾ ആയിട്ട് പല കാര്യങ്ങളും ഒരിക്കലും നടക്കില്ല, ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നടക്കാറുണ്ട്. നമുക്കൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുക, നല്ലതാണെങ്കിൽ ആഗ്രഹിക്കുക, എന്നിട്ട് അതിന് അള്ളാഹുവിന്റെ സഹായം തേടിക്കൊള്ളുക. അള്ളാഹ് അവനിഷ്ടമുള്ളത് ചെയ്തോളും. അതാണ് നിനക്ക് നല്ലത്. ഇനി നിനക്ക് തൃപ്തിയില്ലാത്ത എന്തെങ്കിലാണ്, പെട്ടെന്ന് തൃപ്തിയില്ലാത്ത എന്തെങ്കിലാണ് ഉണ്ടായിരുന്നെങ്കിൽ ലോ കുന്തു ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയരുത്. അത് പറഞ്ഞാൽ ലവ് തഖഫഅമിൻ ഷൈത്താൻ, ലവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ എന്ന് വിചാരിച്ചാൽ അവിടെ ഇബ്ലീസിൽ കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ഖദ്ദറല്ലാഹു മാ ശാഅ ഫഅല, അല്ലാഹു തആല എന്താ ഉദ്ദേശിച്ചാൽ നടത്തി എന്ന് പറയുമ്പോൾ നിനക്ക് സംതൃപ്തി ഉണ്ടാവണം. ഇവിടെ ഒരു വലിയ സന്ദേശം, നമുക്കൊരു ആവശ്യമുണ്ട്, പക്ഷെ ഭൗതിക സാഹചര്യങ്ങളൊന്നും ശരിയല്ല. അതായത് ഭൗതിക സാഹചര്യം അള്ളാഹ് ഉണ്ടാക്കിയാണ്, അള്ളാഹിന്റെ അടിമയൊന്നുമല്ല, അവന്റെ സൃഷ്ടിയാണിത്. അപ്പൊ ഭൗതിക സാഹചര്യങ്ങൾ ശരിയല്ലാത്ത സന്ദർഭത്തിൽ നമുക്കൊരാവശ്യമുണ്ട്. സഖറിയ നബി ചെയ്തതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഭയങ്കരമായൊരു സംഭവമാണ്, ഒരു വലിയ മെസ്സേജാണ് അതിനകത്തുള്ളത്. എന്നിട്ട് അല്ലാഹു തആല പറയാം, നീ അത് കിട്ടാൻ വേണ്ടി തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ, ദിക്ർ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. അതാണ് അതിന്റെ സന്ദേശം. ഒരു പ്രവാചകനിലൂടെ അത് കാണിക്കുകയാണ്. ഭൗതികമായ അറിയപ്പെടുന്ന ശാസ്ത്രത്തിന്റെയും അല്ലെങ്കിൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമ്പോസിബിൾ, ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ആവശ്യപ്പെടുകയും അല്ലാഹു തആല അനുവദിച്ചു കൊടുക്കുകയും എന്നിട്ട് അത് കിട്ടുമെന്നുള്ളതിനെ തെളിവ് കൊടുക്കുകയും അതിന് ശാന്തതയോടെ കാത്തിരിക്കാൻ, വരവേൽക്കാൻ നിന്റെ രക്ഷിതാവിന്റെ രാത്രിയും പകലും ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞൊരു മഹത്തായ സന്ദേശം. അത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിന്റെ വേറൊരു രീതിയാണ്. നമസ്കാരത്തെ സ്മരിക്കുന്നുണ്ട്. ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വരണം. മക്കളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. ചിലപ്പോൾ കൊടുത്തിരിക്കും, കൊടുത്തില്ലാതിരിക്കും. അത് എനിക്ക് പറയാൻ കഴിയില്ല, അള്ളാഹുവിനെ തീരുമാനിക്കും. ആർക്കും പറയാനാവില്ല. പക്ഷേ ഇമ്പോസിബിൾ ആയ ഒരു സംഗതി, കഴിയില്ല എന്ന് തോന്നുന്ന ഒരു സംഗതി, അത് വേണമെന്ന് ചിലപ്പോൾ മനുഷ്യ മനസ്സാഗ്രഹിക്കുന്നു. എനിക്ക് തോന്നിയത് അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിന് ഉറപ്പാണ് ഞാൻ മക്കളുണ്ടാവില്ല, ഭാര്യ വന്ധ്യാണെന്ന് ഉറപ്പാണ്. പക്ഷേ പഠിച്ചോണ്ടാക്കിക്കണം, റബ്ബി ഹബലി മില്ലതുങ്ക ദിദിയതൻ ത്വയ്യിബതൻ, നിന്നിൽ നിന്ന് എങ്ങനെയാണ് സാധിക്കുക? ഇബ്രാഹിം നബി ഇത്രയധികം ഭാര്യ വന്ധ്യല്ല. ഇബ്രാഹിം നബി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് പ്രായമായെങ്കിൽ മക്കളുണ്ടാവും. ഇവിടെ അതല്ല, ഇവിടെ വന്യവയോധികനായി കഴിഞ്ഞിരിക്കുന്നു. ഭാര്യ വന്ധ്യയാണ് എന്ന് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുക, എന്നിട്ട് അത് കൊടുക്കുന്നു, എന്നിട്ട് കദാലിക അങ്ങനെയാണ് നാം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സത്യവിശ്വാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സാന്ത്വനം ഇതാണ്. അതുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്, ഇങ്ങനെ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്, ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങി പോകാറില്ല എന്നുള്ളത്. ഖുർആൻ നമ്മളോട് ഒരുപാട് സംഗതികൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിനും ഓരോ നാട്ടിനും ഓരോ പ്രദേശത്തിനും പറ്റിയ രീതിയിൽ ഒരുപാട് സംഗതികൾ പറയുന്നത്. അത് ആഴത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ മനോഹാരിത, ഇതിന്റെ ആസ്വാദ്യത, ഇതിന്റെ മധുരം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. സത്യവിശ്വാസം മധുരമയോടെ സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ്, അടിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. സ്നേഹം എന്നത് ഇടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ലോ, അത് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. അതുപോലെ സത്യവിശ്വാസം എന്നുള്ളത് അത് ഉൾക്കാമ്പോടുകൂടി അള്ളാഹുമായി ബന്ധിപ്പിച്ച് വരേണ്ടതാണ്. നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് സത്യവിശ്വാസിയായി പോയി എന്ന് നിലയ്ക്കല്ല. കാനേഷുമാരിലെ പാസ്പോർട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ സത്യവിശ്വാസി അല്ല അല്ലാഹു തആല ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ വിശ്വാസി സത്യത്തെ സത്യമായി കണ്ട് സത്യത്തെ ആസ്വദിച്ചുകൊണ്ട് അതിന്റെ പ്രയാസങ്ങളും വേദനകളും ഏറ്റെടുത്തുകൊണ്ട് എന്നിട്ട് നടന്നു നീങ്ങിക്കൊണ്ട് ആസ്വാദനം, സത്യവിശ്വാസത്തിന്റെ ആസ്വാദനം, അനുഭൂതി, അങ്ങനെ അല്ലാഹുവിനെ ഓരോ മനസ്സും കണ്ടെത്തുന്ന സത്യവിശ്വാസം. ആ സത്യവിശ്വാസത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ സത്യവിശ്വാസം കണ്ടെത്തി ജീവിത വിജയം ഭരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ലനാ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയും وعلي والحمزة والعباس والحسين والحسين وبقية أصحاب رسول الله أجمعين. أرجونا يتقبلنا وإلا നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങൾ, ഭാര്യ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ,
അതുപോലെ ദ്വാരങ്ങൾ ശ്രദ്ധിച്ച മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും പുറത്തുമാറാണ്. ഞങ്ങൾ മുന്നിലെത്തി ആദ്യം ഇതുവരെയുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും ബർസഖിയായ ജീവിതം, ഖബറുടെ ജീവിതം ആശ്വാസകരമായി കൊടുക്കുന്നത് തമ്പുരാനെ. ഞങ്ങളുടെ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. സന്താനങ്ങളും സമ്പത്തുകളിൽ ഞങ്ങൾക്ക് നന്മ വർദ്ധിപ്പിച്ചു തരണം തമ്പുരാനെ. ഞങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങളിൽ, കച്ചവടങ്ങളിലും ഇടപാടുകളിലും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിന് നന്ദിയുള്ളവരായ സത്യവിശ്വാസികളായി ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ട് പ്രാർത്ഥനാനിരതമായ ഒരു മനസ്സുമായി നിന്നോടൊട്ടി നിൽക്കാനുള്ള ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം ശിഫായി കൊടുക്കണേ തമ്പുരാനെ. മരിച്ചുപോയി ഞങ്ങളുടെ ആളുകളെ എല്ലാവരുടെയും ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ ഖബറിടങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തന്നെ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ നിന്ന് ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ചു തരണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة